പറഞ്ഞത് നിങ്ങളോട് കേൾക്കും, നിങ്ങളും സാക്ഷിയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് അറിയാത്തവർ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി, അപ്പം സംഭവം മനസ്സിലാവും. അപ്പോൾ നമ്മൾ വന്നത് നമ്മളോട് കുറേ പേര് ചോദിച്ചു, വീഡിയോ ഇട്ടതിന് അല്ല പരാതി കൊടുത്തതിന് എന്തായി മറുപടി എന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ നമ്മളെ PW ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, 2 പേര് വിളിച്ചിരുന്നു. അത് ഒരു സ്ത്രീ ഒരു പുരുഷനും വിളിച്ചു. അപ്പോൾ അവർ നമ്മളെ അറിയിച്ചത് എന്താണെന്ന് വെച്ചാൽ വർക്ക് അത് ടെൻഡർ കൊടുത്തിട്ടുണ്ട്, ഊരാളെങ്കിൽ ഏറ്റെടുത്തിട്ടുണ്ട്. 10 കോടിയുടെ വർക്കാണ്. ഈ മഴയൊക്കെ കാരണം ഇതായി നിൽക്കുവാണ്. മഴ മാറിയ ഉടനെ തന്നെ അവർ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മഴയൊക്കെ മാറുമ്പോൾ നമ്മുടെ പണി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മഴ മാറുന്നവരെല്ലാവരും കാത്തിരിക്കുക, എല്ലാവരും സേഫായിട്ട് ആ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുക. കാരണം മഴ പെയ്താൽ കുഴി ഏതാണ് റോഡ് ഏതാണെന്ന് അറിയത്തില്ല. അപ്പം എല്ലാവരും സേഫായിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോവുക. മഴയൊക്കെയാണ്, സൂക്ഷിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. പിന്നെ കൈനേരിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ദേ കിടക്കുന്ന ഒരു പ്രശ്നമാണ്, അത് നമുക്ക് പരിഹരിക്കണം. നിങ്ങളുടെ കൈനേരിയിൽ നിങ്ങൾക്ക് കാണുന്ന, അതായത് നിങ്ങൾക്ക് കണ്ണിൽപ്പെട്ട പരാതികൾ കമൻ്റായിട്ട് ഇടും, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിളിച്ച വോയിസ് റെക്കോർഡ് നമ്മുടെ യൂട്യൂബിലുണ്ട്, അപ്പോൾ എല്ലാവരും കയറി കേട്ട് നോക്ക്. അദ്ദേഹം പറഞ്ഞത് നിങ്ങളോട് കേൾക്കും, നിങ്ങളും സാക്ഷിയാകും. നടക്കില്ലോ എന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. ഓക്കെ, ബൈ. പറഞ്ഞോളൂ. കംപ്ലൈൻസിൽ പരാതി ഉണ്ടായിരുന്നല്ലോ. കൊടുത്തിരുന്നു. ESC റോഡ് കൈനേരി പഞ്ചായത്ത് ഓഫീസ് റോഡ്. അതെ അതെ. ആ റോഡിന്റെ ഡാമേജിനെ പറ്റിയാണ് കംപ്ലൈന്റ് അല്ലേ? ഡാമേജ്. 3 കിലോമീറ്റർ. അത് തന്നെ, 3 കിലോമീറ്റർ, ഒരു 3.5 കിലോമീറ്റർ ഉള്ള റോഡിൽ 300 കുഴിയുണ്ട്. ചെറുതുമ്പതായിട്ടുള്ള 300 കുഴിയുണ്ട്. അപ്പോൾ അതിന് എന്ത് നടപടിയാണ് ഇനി? അത് എന്തെങ്കിലും നടപടി എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. നമ്മൾ അതിനൊരു എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നു. അതിന് ഏസായിട്ടുണ്ട്. ഏസായി ഇപ്പം ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. ടെൻഡർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാറായി. ഒരാളെങ്കിൽ എന്ന് പറഞ്ഞ കോൺട്രാക്ടർ എടുത്തിരിക്കുന്ന ഏജൻസിയാണ് എടുത്തിരിക്കുന്ന വർക്ക്. റോഡ് സൈഡ്, ഉയർത്തിയ സൈഡ് ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു 10 കോടി രൂപയുടെ ഒരു വർക്കിന് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഏസൊക്കെ കിട്ടാനുള്ള താമസം ഇതും കൊണ്ടാണ് കുറച്ചാനായിട്ട് വർക്കൊന്നും വരാതെ. എന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കിപ്പോ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എഗ്രിമെന്റിന്റെ സ്റ്റേജിലേക്ക് വരുന്നതേ ഉള്ളൂ. ടെൻഡർ അക്സെപ്ഷൻ LOA വരെ കൊടുത്തിട്ടുണ്ട്, ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്. ഓരോരോ പ്രോസസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എഗ്രിമെന്റ് വെക്കും. റോഡ് പൊക്കി പുതിയ ടാറിംഗ് ആണോ അതോ പാച്ച് വർക്ക് ആണോ? അതെ, പുതിയ ടാറിംഗ്. പാച്ച് വർക്ക് ആ റോഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒത്തിരി ഡാമേജ് ആണ്. പാച്ച് വർക്ക് ആയിട്ട് ചെയ്താൽ നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് മൊത്തം ഫുള്ളായിട്ട് ടാർ ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഉടനെ തന്നെ നടപ്പിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും അധികം താമസിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ഈ മഴ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കഴിയുമ്പോൾ തുറന്ന സ്ഥലത്ത് ഇപ്പൊ എഗ്രിമെന്റ് സ്റ്റേജിലാണ്. ഇപ്പം എഗ്രിമെന്റ് വെച്ചിട്ടില്ല, LOA ആയിട്ടുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രപ്പോസല്. ഇനിയിപ്പോ അതിന്റെ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അടുത്ത സീസണും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരാളെങ്കിലായതുകൊണ്ട് സ്പീഡിൽ നടക്കാൻ ചാൻസുണ്ട് വർക്ക് അവരുടെ ആയതുകൊണ്ട്. ഓക്കെ. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, ശരി. ശരി, ഓക്കെ.